Welcome to next lecture, equi-continuous families of functions. Okay, so equi-continuous എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള പോയിന്റ് വൈസ് കണ്ടിന്യൂറ്റി, യൂണിഫോം കണ്ടിന്യൂറ്റി പഠിച്ചായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടൊരു കണ്ടീഷനാണ് ഇക്വി-കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ അത് ഒരേപോലെ കണ്ടിന്യൂസ് ആവുക എന്ന രീതിയിൽ ഇക്വി-കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഓഫ് ഫങ്ഷൻസ്. മറ്റൊക്കെ ഓരോ ഫങ്ഷൻസിൻ്റെ വിവിധതരം കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് എപ്പോഴാണ് ഒരുപോലെ കണ്ടിന്യൂസ് ആവുക, എങ്ങനെയാണ് ഇക്വി കണ്ടിന്യൂസ് ആവുക എന്നുള്ള കൺസെപ്റ്റാണ്. നോക്കൂ, ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഇ. ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഇ. Now we say that sequence fn is pointwise bounded on E if the sequence fn of x is bounded for every x belong to E. അപ്പോൾ ഒരു സീക്വൻസ് fn ഉണ്ട്, ഒരു സീക്വൻസ് fn ഇവിടെ E എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻഡ് ആണ്. സീക്വൻസ് fn E എന്നുള്ള സെറ്റിൽ ഡിഫൈൻഡ് ആണ്. സപ്പോസ് ഇതാണ് നമ്മുടെ E എന്ന് വിചാരിക്കുക. സോ ഇതിൽ നിന്ന് ഒരു പോയിന്റ് എക്സ് എടുക്കുക, ഒരു പോയിന്റ് എക്സ് ഇട്ട് എന്ത് ചെയ്യുക, സീക്വൻസിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ സീക്വൻസ് കോൾഡ് fn ഓഫ് എക്സ് അല്ലേ. ഓക്കെ, സപ്പോസ് ഈ എക്സ് ഇട്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് സീക്വൻസ് കിട്ടും. അതിലെ എല്ലാ സീക്വൻസുകളുടെയും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ fn ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു ബൗണ്ടഡ് ആണ് കിട്ടുകയെന്ന് വിചാരിക്കുക. എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഇപ്പോൾ F1, F2, F3, F എല്ലാത്തിനും ഒരു ഡോട്ട് കോമൺ ആയിട്ടൊരു ബൗണ്ട് എം എക്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എക്സിന് കറസ്പോണ്ടായിട്ട് എം എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് എക്സ് എന്നുള്ള പോയിന്റിൽ പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണെന്ന് പറയാം. ഇനി അടുത്ത പോയിന്റ് വൈ എടുക്കുക, അപ്പോഴും നമുക്ക് ഒരു സീക്വൻസ് കിട്ടും, fn ഓഫ് വൈ കിട്ടും അല്ലേ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള fn y, സപ്പോസ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എം വൈ. അപ്പോൾ എന്താ പറയും? ഈ സീക്വൻസ് ബൗണ്ടറാന്ന് പറയും. ഇങ്ങനെ ഈ എന്നുള്ള സെറ്റിലെ എല്ലാ പോയിന്റിലും ഏതൊരു പോയിന്റ് ഇട്ട് കൊടുത്താലും കിട്ടുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ പോയിന്റ് വൈസ് ബൗണ്ടഡ് ഓൺ എന്ന് പറയും. മനസ്സിലായി? ഇതിലുള്ള ഏത് പോയിന്റ് എടുത്താലും സീക്വൻസ് കിട്ടും. ഏത് പോയിന്റ് എടുത്താലും കിട്ടുന്ന സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ. എക്സ് കൊടുത്താൽ എം എക്സ് കിട്ടി, വൈ കൊടുത്താൽ എം വൈ കിട്ടി, അല്ലെങ്കിൽ x1 കൊടുത്താൽ എം x1 കിട്ടി, x2 കൊടുത്താൽ എം x2 കിട്ടി, x3 കൊടുത്താൽ എം x3 കിട്ടി. അങ്ങനെ ഓരോ പോയിന്റിലും ഇതുപോലെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ സീക്വൻസ് പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണ് എന്ന് പറയും. ഓക്കെ, അതാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നോ, ഇഫ് ദർ ഇസ് എ ഫൈനൈറ്റ് വാല്യൂഡ് ഫംഗ്ഷൻ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണ് കേട്ടോ. നമ്മൾ എം എക്സ് എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇഫ് ദർ ഇസ് എ ഫൈനൈറ്റ് വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഡിഫൈൻഡ് ഓൺ ഇ. കാരണം ഏത് എക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ fn ഓഫ് എക്സ് എന്താവും? ബൗണ്ടഡ്. അപ്പോൾ എം എക്സ് കിട്ടി. അടുത്ത പോയിന്റ് വൈ എടുത്തു കഴിഞ്ഞാൽ എം വൈ കിട്ടി. അടുത്ത പോയിന്റ് സെറ്റ് എടുത്താൽ എം സെഡ് കിട്ടി. ഇങ്ങനെ ഏത് പോയിന്റ് എടുത്താലും നമുക്കൊരു ക്യാപിറ്റൽ എം കിട്ടിക്കൊണ്ടിരിക്കുക, ക്യാപിറ്റൽ എം എക്സ് എം വൈ എം സെഡ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ ഫൈ ഓഫ് എക്സ് എന്ന് വിളിക്കണം. ഫൈ ഓഫ് എക്സ് എന്താ? ഫൈ ഓഫ് x1 എന്താ? എം എക്സ്. ഫൈ ഓഫ് x2 എന്താ? ബൗണ്ടായിട്ട് വരുന്ന. അങ്ങനെ മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഫൈ ഓഫ് എക്സ് എന്താവും അവിടെ? അപ്പോൾ എം എക്സ് ആവും. നമ്മൾ പറഞ്ഞത് മോഡ് fn ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എക്സ് എന്നല്ലേ പറഞ്ഞ എക്സ് കൊടുത്തപ്പോൾ. അപ്പോൾ എക്സിൽ നമ്മൾ ഇത് എക്സിൻ്റെ ഒരു വാല്യൂ ആയിട്ട് കാണാം. അപ്പോൾ ഇ എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ട്. ഈയുടെ അകത്തുനിന്ന് എക്സ് എടുത്തപ്പോൾ ഇങ്ങനൊരു ബൗണ്ട് കിട്ടി. ഇനി അടുത്ത ഒരു വൈ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം വൈ കിട്ടും. എം വൈ നമ്മൾ എന്തായിട്ട് കാണും? ഫൈ ഓഫ് വൈ ആയിട്ട് കാണും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ, അതാണ് ഇവിടെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇഫ് ദർ ഈസ് എ ഫൈനൈറ്റ് വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഡിഫൈൻഡ് ഓൺ ഇ സച്ച് ദാറ്റ് മോഡ് fn ഓഫ് എക്സ് ലെസ് ദാൻ ഫൈ ഓഫ് എക്സ് ഫോർ എവറി എക്സ് കമ്മിങ് ഫ്രം ഇ ആൻഡ് n ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇതാണ് പോയിന്റ് വൈസ് ബൗണ്ടഡിൻ്റെ ഡെഫിനേഷൻ. എന്താണ് യൂണിഫോം ബൗണ്ടഡ് എന്ന് പറയാം? യൂണിഫോം ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏത് എക്സ് കൊടുത്താലും നമുക്കിപ്പോൾ എക്സ് കൊടുത്താൽ എം എക്സ് കിട്ടി, വൈ കൊടുത്താൽ എം വൈ കിട്ടി. ഈ എം എക്സ് എം വൈ തുടങ്ങിയ ഈ ബൗണ്ടുകളുടെ കളക്ഷൻ ബൗണ്ട് ആണെങ്കിൽ, മനസ്സിലായോ? ഇപ്പോൾ എക്സ് കൊടുത്താൽ എം എക്സ് കിട്ടി, അല്ലെ വൈ കൊടുത്താൽ എം വൈ കിട്ടി. എക്സ് കൊടുത്താൽ നമുക്കൊരു ഫസ്റ്റ് ബൗണ്ട് എം എക്സ് അല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്ന് വിളിക്കാം, അങ്ങനെ പഠിച്ചുകൊണ്ട് അല്ലേ. ഇനി വൈ കൊടുത്താലോ അത് ഫൈ ഓഫ് വൈ കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കും. സെഡ് കൊടുത്താലോ അത് ഫൈ ഓഫ് സെഡ് കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കും. അങ്ങനെ ഈ ബൗണ്ടുകളായിട്ട് വരുന്ന നമ്പറുകൾ ബൗണ്ടഡ് ആണെങ്കിൽ, അപ്പോൾ എന്താ പറയാൻ പറ്റും? ഏത് എക്സ് കൊടുത്താലും fn ഓഫ് എക്സ് വലിയ ലെസ് ദാൻ ഓർ ഈക്വൽ എന്ത് പറയാൻ പറ്റും? എന്ന് പറയാൻ പറ്റും. കാരണം എം എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവറി ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് സെഡ് എക്സെട്ര അല്ലേ. ഈ ബൗണ്ടുകൾ വീണ്ടും ബൗണ്ടഡ് അബോവ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കും? യൂണിഫോം ബൗണ്ടഡ്നെസ് വിളിക്കും.
So നോക്കിക്കോളൂ, sequence Fn is uniformly bound on E if there exists a number capital M such that mod phi of x is less than M for every x coming from E. നേരത്തെ കേസിൽ പോയിന്റേഴ്സ് ബൗണ്ടഡിൽ this bound was depending on the point x, whereas in the case of uniform boundedness the bound doesn't depend on x. എല്ലാ phi of x കളും സുപ്രീം എന്ന രീതിയിൽ വരും. അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് എബവ് ആണ് അതിൻ്റെ ഒരു മുകളിലത്തെ ബൗണ്ട് ആയിട്ട് എടുത്താൽ അതാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫോം ബൗണ്ടഡ്നെസ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഇക്വി കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷനാണ്. എ ഫാമിലി എഫ് ഓഫ് കോംപ്ലക്സ് ഫങ്ഷൻസ് എഫ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഇ. ഒരു ഫാമിലി ഓഫ് കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ്. സോ കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസ് ആണ് പറയണേ. ഒരു ഫാമിലിയാണ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. എല്ലാ ഫങ്ഷനും ഇയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എവിടെ? ഇൻ എ മെട്രിക് സ്പേസ് എക്സ് is said to be equi-continuous on E. എപ്പോഴാണ് equi-continuous on E ആവുക? If for every epsilon greater than 0, if for every epsilon positive there exists a delta greater than 0 such that mod f of x minus f of y less than epsilon whenever dxy less than delta. അതായത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫാമിലി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. F1 ഉണ്ട്, F2 ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ശരിക്കും ഇതൊരു സെറ്റ് ഇയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എനിക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് വെനെവർ മോഡ് ഓഫ് എക്സ് മൈനസ് അല്ലെങ്കിൽ വെനെവർ ഡി എക്സ് വൈ ഇസ് ലെസ് ദാൻ ഡെൽറ്റ എന്ത് വരണം? ഈ കളക്ഷനിൽ, ഈ ഫാമിലിയിലെ ഏത് എഫ് എടുത്തു കഴിഞ്ഞാലും എന്ത് ഹോൾഡ് ചെയ്യണം? മോഡ് എഫ് എക്സ് മൈനസ് എഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ വരണം. ഒരു എപ്സിലോണ് കറസ്പോണ്ട് ഡെൽറ്റ കിട്ടാൻ സച്ച് ഒരു ഫംഗ്ഷൻ എടുത്താൽ കിട്ടിയത് യൂണിഫോം കണ്ടിന്യൂറ്റി ആയി. ഈ ഫാമിലി ഒരു എപ്സിലോണ് കറസ്പോണ്ട് ഡെൽറ്റ കിട്ടാൻ സച്ച് ദാറ്റ് വെനെവർ ഡി എക്സ് വൈ ലെസ് ദാൻ ഡെൽറ്റ എഫ് എക്സ് മൈനസ് എഫ് ഐ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ എഫ് ക്യാൻ ബി എനി മെമ്പർ ഓഫ് ദിസ് ഫാമിലി. ആ ഫാമിലിയിലെ ഏതൊരു മെമ്പർ എടുത്താലും എന്ന് പറഞ്ഞാൽ ഒരു എപ്സിലോണ് കറസ്പോണ്ടിങ് ഒരു ഡെൽറ്റ കിട്ടണം. ദാറ്റ് ഡെൽറ്റ ഷുഡ് ബി കോമൺ ടു ഓൾ എഫ് ഐസ്. ആ ഫാമിലി എല്ലാ എഫ് ഐകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെൽറ്റ ആയിരിക്കണം. സോ വെനെവർ ഡി എക്സ് വൈ ഇസ് ലെസ് ദാൻ ഡെൽറ്റ എന്ത് സംഭവിക്കണം? എഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലോൺ. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കും? ഇത് ഫാമിലി എഫ് എസ് ടു ബി ഇക്വി കണ്ടിന്യൂസ് ഓൺ ഇ എന്ന് വിളിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ. സോ എവറി മെമ്പർ ഓഫ് ഇക്വി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫാമിലി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി യൂണിഫോംലി കണ്ടിന്യൂസ്, സംശയമില്ല. ഓക്കെ, നൗ ഇഫ് തിയറം 7.23 if sequence Fn is a pointwise bounded sequence of complex functions on a countable set E. ഒരു countable set Eയിൽ ഒരു sequence of pointwise bounded functions ഉണ്ട്. Then Fn has a subsequence Fnk such that Fnk of x converges for every x belong to E. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ് വൈസ് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഓൺ എ കൗണ്ടബിൾ സെറ്റ്. ഒരു കൗണ്ടബിൾ സെറ്റിൽ സോ x1 x2 എക്സെട്ര നമുക്ക് വിചാരിക്കാം. ഒരു കൗണ്ടബിൾ സെറ്റിൽ നമുക്കൊരു പോയിന്റ് വൈസ് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ x1 ഇട്ട് കൊടുത്താൽ ബൗണ്ടഡ് ആണ്, x2 കൊടുത്താൽ ബൗണ്ടഡ് ആണ്, x3 കൊടുത്താൽ ബൗണ്ടഡ് ആണ്. എല്ലാ ഈയിലുള്ള ഏത് പോയിന്റ് കൊടുത്താലും ഈ സീക്വൻസ് എന്താണ്? ബൗണ്ടഡ് ആണ്, ഈ കൗണ്ടബിളും ആണ്. അങ്ങനെ നമുക്ക് കാണിക്കേണ്ട എന്താ? ഈ സീക്വൻസിന് ഒരു സബ് സീക്വൻസ് ഉണ്ടെന്ന് കാണിക്കണം. ആ സബ് സീക്വൻസിൽ ഈ ഈയിലുള്ള ഏത് പോയിന്റ് കൊടുത്താലും അതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യുന്നു കാണിക്കണം. അല്ലേ, ഈയിലുള്ള ഏത് പോയിന്റ് കൊടുത്താലും കൺവേർജ് ചെയ്യുന്നു കാണിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ theorem. So we have a set E. ഏത് പോയിന്റ് എടുത്താലും സീക്വൻസ് Fn is pointwise bounded. ഓക്കെ, നമുക്ക് എന്ത് pointwise bounded ആണ്. E കൗണ്ടബിൾ ആണ് തന്നിട്ടുണ്ട്. E is countable. E is countable. So we have to show that there exists a subsequence Fnk such that Fnk of x converges for every x. ഈന്ന് ഏത് എക്സ് എടുത്താലും കൺവേർജ് ചെയ്യുന്നു കാണിക്കണം. ഓക്കെ, സോ ഗിവൺ ദാറ്റ് ഈസ് കൗണ്ടബിൾ, സോ നമുക്ക് എൻലിസ്റ്റ് ചെയ്യാം. സോ ലെറ്റ് സെറ്റ് കളക്ഷൻ എക്സ് ഐ ഈക്വൽ ടു എക്സെട്ര ബി ദി പോയിന്റ്സ് ഓഫ് ഇ അറേഞ്ച് ഇൻ എ സീക്വൻസ്. സോ x1 x2 x3 എക്സെട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിലെ എലിമെൻറ്റുകൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ്. x1 x2 x3 എക്സെട്ര നമ്മൾ അറേഞ്ച് ചെയ്തേക്കാണ്. ഓക്കെ, ലെറ്റ് x1 ബിലോങ് ടു ഇ. നൗ Fn ഇസ് പോയിന്റ് ഈസ് ബൗണ്ടഡ്. യെസ്, therefore Fn of x is bounded. ഉറപ്പായിട്ട് അപ്പോൾ Fn of x എന്താവും? കളക്ഷൻ Fn of x1 എന്താണ്? ബൗണ്ടഡ് ആയിരിക്കും. ബട്ട് നമുക്ക് പക്ഷേ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് ഗോട്ട് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് അല്ലേ. അപ്പോൾ Fn of x1
ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അതുകൊണ്ട് fn of x എന്ന് പറഞ്ഞ സീക്വൻസിന് എന്തുണ്ടാവും, ഒരു കൺവേർജൻ സബ്സീക്വൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് fn of x1 has a subsequence f1k of x1 which converges as k goes to infinity. അല്ലേ, എവറി ബൗണ്ട് സീക്വൻസ് ഹാസ് ഗോട്ട് കൺവേർജൻറ്റ് സബ്സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. fn of x1 എന്നുള്ള പോയിന്റിൽ fn ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു സബ്സീക്വൻസ് കിട്ടും. ആരുടെ, fn of x1 എന്ന സീക്വൻസിൻ്റെ അതായത് fn of x1 വേറെ f1 at x1, f1 at x2, f1 at x3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, f1, f2, f3 എല്ലാ പോയിന്റ് x1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സബ്സീക്വൻസ് ഉണ്ട്, അത് കൺവേർജൻ്റ് ആണ് ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ലെറ്റ് s1 is equal to, നമ്മൾ s1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പോവാണ്, ഈ f1k എന്ന് പറഞ്ഞ സാധനത്തിൽ ആ സീക്വൻസ് എന്താ ഫസ്റ്റ് സബ്സീക്വൻസ് നമ്മൾ എഴുതുവാണ്. സോ ലെറ്റ് s1 is equal to f11, f12, f13 എക്സെട്ര. ഓക്കെ, ഓരോ പോയിന്റ് നമ്മൾ എടുത്ത് എഴുതുക, സബ്സീക്വൻസിൽ ആൾക്കാരെ പടക്കി എഴുതിയതാണ് s1. ഓക്കെ, സോ s1 പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണ്. കാരണം എന്താ, ഫസ്റ്റ് സീക്വൻസ് തന്നെയല്ലേ, ഇതിൻ്റെ പാരൻറ്റ് സീക്വൻസ് fn of x1 തന്നെ, ഇത് തന്നെ പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണ്. ഇതിൻ്റെ സബ്സീക്വൻസ് ആണ് s1. സോ ഇത് പോയിന്റ് വൈസ് ബൗണ്ടഡ് ആകുമ്പോൾ mod of fn of x will be less than some bound അല്ലേ, ഇതെന്തെങ്കിലും ഒരു k എന്ന് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ കാണുന്നതിൻ്റെ സബ്സീക്വൻസ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി n. സോ സബ്സീക്വൻസ് എടുത്താൽ ഇതിൻ്റെ ആയിട്ട് നല്ല ഫംഗ്ഷൻസ് വരാൻ പോകണമല്ലോ, അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും, പോയിന്റ് വൈസ് ബൗണ്ടഡ് ആയിരിക്കും. സോ s1 ഇങ്ങനെ എഴുതുക, സബ്സീക്വൻസ് എടുക്കുക, ഫസ്റ്റ് സബ്സീക്വൻസിന് ബൗണ്ടറി സീക്വൻസിൻ്റെ സബ്സീക്വൻസ് എടുത്തു. സബ്സീക്വൻസ് എന്താ, x1 എന്നുള്ള പോയിന്റിൽ കൺവേർജൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ s1. സോ s1 is a point wise bounded sequence because fn is point wise bounded. ഓക്കെ, നൗ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പോൾ s1 എടുത്തു, s1 സബ്സീക്വൻസ് ഓഫ് fn of x ആണ്, fn of x1 ആണ്, അത് കൺവേർജൻ്റ് ആണ് അറ്റ് ദ പോയിന്റ് x1ൽ s1 കൺവേർജ് ചെയ്യും. ഇനി f1k നമ്മൾ ഈ s1 എന്ന് പറഞ്ഞ സീക്വൻസിൽ ഫംഗ്ഷനൊക്കെ x2 ഇട്ട് കൊടുക്കുക, അടുത്ത പോയിന്റ് ഇട്ട് കൊടുക്കുക ഇയിലെ. സോ f1k of x2 കൺസിഡർ ചെയ്യാം. ഈ f1k of x2 എന്ന് പറഞ്ഞാൽ എന്താണ് f1k, f11 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, അത് ഏതോ ഒരു fn ആണ് അല്ലേ, fnൻ്റെ സബ്സീക്വൻസിൽ എടുത്തേക്കണേ. സോ എവിടെ നിന്നെങ്കിലും എടുത്തിട്ടുള്ള ആ ഓർഡറിൽ നമ്മളിങ്ങനെ f1, f2, f3 എന്ന് പറഞ്ഞ് എഴുതി പോകുന്ന ഈ ഓർഡറിൽ ഏതോ ഒരു ഫംഗ്ഷനാണ് f11, അതിന് ശേഷം വരുന്ന ഏതൊരു ഫംഗ്ഷൻ f12 എന്ന് പറഞ്ഞ് ഈ മെയിൻ സീക്വൻസിലെ ആൾക്കാരൊക്കെ തന്നെ സബ്സീക്വൻസിൽ ഇരിക്കണത്, പക്ഷെ വേറെ പേരിൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് നമ്മളിത് s1ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, x2 ഇട്ട് കൊടുത്തു. f1ൽ x2 കൊടുക്കുമ്പോഴും ഇതും ബൗണ്ടഡ് ആവും. കാരണം എന്താ, fn of x2 ബൗണ്ടഡ് ആണേ. fn of x2 ബൗണ്ടഡ് ആകുമ്പോൾ f1k of x2 എന്തായിരിക്കും, ഈ fn1k of x2 എന്തായിരിക്കും, s1ൽ x2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഉറപ്പായിട്ടും ബൗണ്ടഡ് ആയിരിക്കും, സംശയമില്ല. അപ്പോൾ f1k of x2 ബൗണ്ടഡ് ആകുമ്പോൾ ഈ ബൗണ്ടഡ് സീക്വൻസിന് എന്തുണ്ടാവും, ഒരു സബ്സീക്വൻസ് ഉണ്ടാവും. സോ ദർ ഇസ് എ സബ്സീക്വൻസ് f2k ഓഫ് s1ന് സബ്സീക്വൻസ് ഉണ്ട്, such that ആ സബ്സീക്വൻസ് x2 എന്നുള്ള പോയിന്റിൽ കൺവേർജ് ചെയ്യും, such that f2k of x2 converges അല്ലേ. സോ s1ൻ്റെ സബ്സീക്വൻസ് ആണ് f2k കിട്ടണത്. s1 എന്നുള്ള സീക്വൻസിൽ x2 എന്നുള്ള പോയിന്റ് കൊടുക്കുക, അപ്പോൾ എന്താവും, സീക്വൻസ് ബൗണ്ടഡ് ആവും. ആ സീക്വൻസ് ബൗണ്ടഡ് ആകുമ്പോൾ അതിനൊരു കൺവേർജൻ സബ്സീക്വൻസ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് വിളിക്കും, സീക്വൻസ് f2k എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ f2k of x2 എന്താവും, കൺവേർജ് ചെയ്യും ആസ് k goes to infinity. അപ്പോൾ s2 നമ്മൾ, അപ്പോൾ ഈ സബ്സീക്വൻസ് നമ്മൾ എന്ത് ലിസ്റ്റ് ചെയ്തു, s2 എന്താണ്, f21, f22 എക്സെട്ര. അപ്പോൾ s2 എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്, അത് s1ൻ്റെ സബ്സീക്വൻസ് ആണ്, s2 x2 എന്നുള്ള പോയിന്റിൽ കൺവേർജൻ്റ് ആണ്. ഇനി x1ൽ കൺവേർജൻ്റ് ആണോ, s2 എന്ന് പറഞ്ഞ സീക്വൻസ് x1ൽ കൺവേർജൻ്റ് ആയിരിക്കുമോ, ഉറപ്പായിട്ടും ആയിരിക്കും. കാരണം എന്താ, s1 x1ൽ കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും. അതുകൊണ്ട് x1 എന്നുള്ള പോയിന്റിൽ s2ഉം കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ s2 എന്ന് പറഞ്ഞ സീക്വൻസ് ഒരേ സമയത്ത് x1 എന്നുള്ള പോയിന്റിലും കൺവേർജൻ്റ് ആണ്, x2 എന്നുള്ള പോയിന്റിലും കൺവേർജൻ്റ് ആണ്. ഓക്കെ, സോ s2 ഒരു സീക്വൻസ് കിട്ടി, അത് x2ൽ കൺവേർജൻ്റ് ആണ്, x1ലും കൺവേർജൻ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, s3 നമ്മളെന്ത് x3 എന്നുള്ളൊരു പോയിന്റ് എടുത്തിട്ട് എവിടെ കൊടുക്കും, s2ൽ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസ് എന്തായിരിക്കും, f2k of x3 കിട്ടും. ഇതെന്താണ്, ബൗണ്ടഡ് ആണ്. കാരണം എന്താ, ബിക്കോസ് fn അറ്റ് ദ പോയിന്റ് x3 ബൗണ്ടഡ് ആണ്.
പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് ഇത് ബൗണ്ടഡ് ആണ്. ഇത് ബൗണ്ടഡ് ആകുമ്പോൾ ഇതിനെന്തുണ്ടാവും? സബ്സീക്വൻസ് ഉണ്ടാവും. ആ സബ്സീക്വൻസ് നമ്മൾ എന്ത് വിളിക്കും? F3K എന്ന് വിളിക്കും. സബ്സീക്വൻസ് ആവും എന്ത് ദാറ്റ് ഇത് x3 എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും as k goes to infinity. നേരത്തെ നമ്മൾ S2 ഉണ്ടാക്കിയ പോലെ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ S3 ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ കുറേ സീക്വൻസ് S1, S2, S3 ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരു പ്രത്യേക അറേഞ്ച് ചെയ്ത് നോക്കൂ. നൗ വി കൺസിഡർ സീക്വൻസസ് S1, S2, etc. which are represented by the array. And S1 is equal to F11, F12, F13, S2 equal to F21, F2 to F23, etc. F31, F3 to F33, etc. And which have the following properties. താഴെ കാണുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിന് എന്താണ്? Sn is സബ്സീക്വൻസ് Sn-1. ശരിയാണ്. S2 S1ൻ്റെ സബ്സീക്വൻസ് ആണ്, S3 S2ൻ്റെ സബ്സീക്വൻസ് ആണ്. അപ്പോൾ Sn എന്ന് പറയുന്നത് Sn-1ൻ്റെ സബ്സീക്വൻസ് ആണ്. അടുത്തത് Fnk of xn converges as k goes to infinity. അല്ലേ? F1k of xn, F1k of x1, F1k of x1 ഇതൊന്ന് x1ൽ കൺവേഴ്സൻ്റ് ആണ്. രണ്ടാമത്തത് എന്താ? F2k of x2 രണ്ടാമത്തെ x2ൽ കൺവേഴ്സൻ്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ x3ൽ കൺവേഴ്സൻ്റ് ആണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓർഡർ ഇൻ വിച്ച് എ ഫംഗ്ഷൻ അപ്പിയേഴ്സ് ദ സെയിം ഇൻ ഈച്ച് സീക്വൻസ്. ദാറ്റ് ഇസ് എ വൺ ഫംഗ്ഷൻ precedes another in S1, they are in the same relation in every Sn until one or the other is deleted. അത് ശരിയാണല്ലോ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സബ്സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിക്കണേ? ആദ്യം നമുക്കുള്ള സീക്വൻസ് F1, F2, F3 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണ്, F4 etc. ഇതിൽ നിന്നാണ് നമ്മൾ S1 ഉണ്ടാക്കിയെടുത്തത്. എന്ന് പറഞ്ഞാൽ F11 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിൽ ഏതെങ്കിലും സപ്പോസ് F2 ആയിരിക്കും, F11 ചിലപ്പോൾ F12 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ F4 ആയിരിക്കാം. ഇനി അടുത്തത് F5 കഴിഞ്ഞ് F6 ആയിരിക്കും ഒരു പക്ഷേ എന്ത് വരുന്നുണ്ടാവുക? F13 വരുന്നുണ്ടാവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ കാണുന്ന വട്ടം വിട്ട എലിമെൻറ്റുകളാണ് S1ൽ വരുന്നത്. ഓക്കെ, ഈ S1ൻ്റെ സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ F21 ഒരു പക്ഷേ ഇതായിരിക്കാം. ഇതിന് ശേഷം ഇനി ഇതെന്ത് വരുള്ളൂ? അടുത്ത F22 വരുള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരിക്കലും ഒരു ഫംഗ്ഷൻ വന്നാൽ അതിന് ശേഷമുള്ള ഫംഗ്ഷൻസ് മാത്രമാണ് പിന്നെയും വരുള്ളൂ. ആ ഓർഡർ ഒരിക്കലും തെറ്റിപ്പോവില്ല. അതായത് ഒരു ഫംഗ്ഷൻ മെയിൻ സീക്വൻസിൽ F1 ആണ് ആദ്യം കിടക്കണമെങ്കിൽ സബ് സീക്വൻസിലും വരുവാണെങ്കിൽ F1 തന്നെ ആദ്യം കിടക്കുക. അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ഡിലീറ്റ് ടൈപ്പ് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവണം. അതാണ് നമ്മുടെ C എന്നുള്ള കാര്യം പറയണത്. ഓക്കെ, now we take the diagonal of the array. നമ്മൾ ഈ ഒരു അറേയുടെ S1, S2, S3 ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഡയഗണൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. S1 എന്നുള്ള ഫംഗ്ഷൻ ഏത് X1ലാണ് കൺവേർജൻ്റ് ആയിരുന്നേ? S2 അത് X1 എന്നുള്ള പോയിന്റിലും കൺവേർജൻ്റ് ആണ്, X2 എന്നുള്ള പോയിന്റിലും S2 കൺവേർജൻ്റ് ആണ്. S3 X1ലും കൺവേർജൻ്റ് ആവും, X1ലും കൺവേർജൻ്റ് ആവും, X2ലും കൺവേർജൻ്റ് ആവും, X3ലും കൺവേർജൻ്റ് ആവും. മൂന്നിലും കൺവേർജൻ്റ് ആയിരിക്കും S3. കാരണം S2ൻ്റെ സബ്സീക്വൻസ് ആണ് S3. S2 എന്നുള്ള ഫംഗ്ഷൻ X2 എന്നുള്ള പോയിന്റിൽ കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് S3 എന്നുള്ള സീക്വൻസും X2 എന്നുള്ള പോയിന്റ് എന്താവും? കൺവേർജൻ്റ് ആയിരിക്കും, ബിക്കോസ് ഓക്കെ സബ്സീക്വൻസ് ആയതുകൊണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം S3 X3ൽ കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇനി S2 എന്ന് പറഞ്ഞ ആൾ S1ൻ്റെ സബ്സീക്വൻസ് ആണ്. S1 X1ൽ കൺവേർജൻ്റ് ആയത് കാരണം S2 X1ൽ കൺവേർജൻ്റ് ആവും. അപ്പോൾ താഴേക്ക് വരുന്നതോറും ഉണ്ടോ, ഫസ്റ്റ് സീക്വൻസ് X1ൽ മാത്രം കൺവേർജൻ്റ്, സെക്കൻഡ് സബ്സീക്വൻസ് സെക്കൻഡ് S2 സെക്കൻഡ് സീക്വൻസോ X1ലും X2ലും കൺവേർജൻ്റ് ആണ്, തേർഡ് സീക്വൻസോ X1ലും X2ലും X3ലും കൺവേർജൻ്റ് ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ nth സബ്സീക്വൻസ് Sn എന്ന് പറഞ്ഞാലോ അത് ആദ്യത്തെ n പോയിൻറ്റ്സിലും കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെ സീക്വൻസ് കൺസിഡർ ചെയ്യുക. F11, F22, F33 etc. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഡയഗണൽ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്തായിരിക്കും? നമുക്ക് F11 കിട്ടും, F22 കിട്ടും, F33 കിട്ടും, അല്ലേ, F44 കിട്ടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി X1 എന്നുള്ള പോയിന്റ് ഇട്ട് കൊടുക്കുക. X1 കൊടുത്താൽ നോക്കി F11 at X1, F22 of X1, F33 of ഇത് കൺവേർജൻ്റ് ആയിരിക്കും, ഉറപ്പായിട്ടും കൺവേർജൻ്റ് ആവും ആസ് n goes to infinity. കാരണം എന്താ? X1 ഈ കാണുന്നതെല്ലാം F11, F22, F33, F4 ഒക്കെ എന്താ? S1ൻ്റെ സബ്സീക്വൻസ് ആണ്. ശരിയല്ലേ? S1ൻ്റെ സബ്സീക്വൻസ് ആയിട്ട് വരില്ലേ ഇതെല്ലാം? കാരണം F22 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്, ഈ F22 എന്നുള്ള എലമെൻറ്റ് എവിടെ നിന്നാണ് വരണേ? S1ലെ ഏതോ ഒരു എലമെൻറ്റാണ് F22. ഓക്കെ, F33 എന്ന് പറഞ്ഞാലോ അത് S2ൻ്റെ സബ്സീക്വൻസ് ആണ്. പക്ഷേ S2 S1ൻ്റെ സബ്സീക്വൻസ് ആയ കാരണം എലമെൻറ്റിന് വേറെ പേരിലിരിക്കണമെന്നുള്ളൂ. അപ്പോൾ F11, F22, F33, F4 എന്ന് പറഞ്ഞാൽ ഡയഗണലായിട്ട് വരുന്ന എൻട്രികളുടെ ഈ സബ്സീക്വൻസ് അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ്
x1 എന്നുള്ള പോയിന്റിൽ കൺവേർജൻ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. കാരണം ഇതെല്ലാം S1ൻ്റെ സബ്സീക്വൻസ് ആണ്. ഇനി ഈ സീക്വൻസ് x2ലും കൺവേർജൻ്റ് ആവും. കാരണം എന്താ, അത് S2ൻ്റെ ഒരു ആദ്യത്തെ ഒരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ എക്സെപ്റ്റ് ദിസ് ഫസ്റ്റ് എലമെൻറ്റ് ബാക്കി ഇൻഫിനിറ്റ് എണ്ണവുമായിരുന്നു എന്തിൻ്റെ സബ്സീക്വൻസാണ്, S2ൻ്റെ സബ്സീക്വൻസാണ്. അതുകൊണ്ട് x2 എന്നുള്ള പോയിന്റിൽ ഇത് കൺവേർജ് ചെയ്യും. നമുക്ക് ടെയിൽ പോർഷൻ മാത്രമേ താല്പര്യമുള്ളൂ. ഇനി x3യിലോ, x3 എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ F22 ഉണ്ടാവില്ലായിരിക്കാം. ബാക്കി F33 മുതലുള്ള എല്ലാ സാധനങ്ങളോ അത് ടെയിൽ പോർഷൻ കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടെയിൽ ഇങ്ങനെ എടുക്കുന്ന ഡയഗണൽ എലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്ന ഈ സീക്വൻസ് x1ൽ കൺവേർജൻ്റ് ആണ്, x2ൽ കൺവേർജൻ്റ് ആണ്, x3 കൺവേർജൻ്റ് ആണ്, x4 കൺവേർജൻ്റ് ആണ്. അങ്ങനെ എല്ലാ പോയിന്റിലും കൺവേർജ് ചെയ്യും. x4 എടുത്തു കഴിഞ്ഞാലോ ഒരുപക്ഷെ ആദ്യത്തെ 4 ടേം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെ പോകും. അതായിരിക്കും പറയാൻ വരുന്നത്. നമുക്ക് നോക്കാം. So now take the diagonal of the array. Now consider the sequence f11, f22, f33, etc. By C, അതായത് ഫംഗ്ഷൻസ് എല്ലാം ഓർഡർ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സീക്വൻസിൽ f1, f2, f3 ഉണ്ടാവും. അതിന് സബ്സീക്വൻസ് എടുക്കുമ്പോൾ എന്തായാലും റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻസ് റൈറ്റ് സൈഡിൽ തന്നെ വരുള്ളൂ. ഓക്കെ, ഒരിക്കലും പിന്നാക്കം പോവില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ S is a subsequence of Sn. കണ്ടോ, consider the sequence this one. Now by C the sequence S is a subsequence of Sn except possibly its first n-1 term. ഇതാണ് നമ്മൾ പറഞ്ഞത്. 1 കൊടുത്ത ഒരു പക്ഷേ ഫസ്റ്റ് ടേം വെച്ച് ബാക്കിയെല്ലാം വരും, ബാക്കിയെല്ലാം എന്താവും, കൺവേർജ് സബ്സീക്വൻസ് ആവും. x2 കൊടുത്ത് ആദ്യത്തെ 2 ഒരു പക്ഷേ പക്ഷേ ബാക്കിയെല്ലാം വരും. ഇത് ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞു കേട്ടോ. കാരണം നമുക്കതിന് ടെയിൽ പോർഷൻ മാത്രമേ താല്പര്യമുള്ളൂ കൺവേർജൻസ് കാണാനായിട്ട്. ആദ്യത്തെ കുറേ ടേംസ് ഇപ്പോൾ ഇല്ലെങ്കിലും ഡിഫൈൻഡ് ആയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഡിഫൈൻഡ് ആണ്, പക്ഷേ അത് നമുക്ക് നമ്മുടെ ഉദ്ദേശക്കാർ നടന്നതിൽ തന്നെ ബാക്കിയൊക്കെ എന്താകും, ഉറപ്പായിട്ടും കൺവേർജൻസ് ഉറപ്പായിട്ടും ഗ്യാരണ്ടി ചെയ്യും. സോ ദിസ് സീക്വൻസ് എസ്, നമ്മൾ ഇതിനെ ഈ സീക്വൻസ് വിളിച്ച പേരാണ് എസ് എന്നുള്ള പേര് കേട്ടോ. ദിസ് ഈസ് എ സബ്സീക്വൻസ് ഓഫ് Sn ഫോർ n = 1, 2, 3 എക്സെട്ര. മാത്രമല്ല ഉറപ്പായിട്ടും ബൈ ബി ദിസ് വിൽ കൺവേർജ് ഫോർ എവറി x. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് x1ൽ കൺവേർജ് ചെയ്യും, x2ൽ കൺവേർജ് ചെയ്യും, x3 കൺവേർജ് ചെയ്യും, അങ്ങനെ ഏത് x എടുത്ത് കൺവേർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൺവേർജ് ചെയ്യുന്ന സബ്സീക്വൻസ് കിട്ടി. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നത്, പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ പ്രൂഫ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.